ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു മൊബൈൽ അമ്പലം റോഡ് ചെറുപുഴ. നമസ്കാരം, ഏവൻ ന്യൂസിലേക്ക് സ്വാഗതം. മലയോര മേഖലയിൽ ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ശക്തമായ കാറ്റിലും മഴയിലും നിരവധി നാശനഷ്ടങ്ങളാണ് ഈ പ്രദേശത്താകെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഫലമായി ഇന്ന് നമ്മളുള്ളത് കൂമ്പംകുന്ന് കുണിയങ്കല്ല് റോഡിലാണ്. ഇവിടെ 2 കിലോമീറ്ററും കൂടി മുകളിലോട്ട് കയറിയ താബോറാണ്. ഈ ഒരു പ്രദേശത്ത് ഇന്നലെ അതിശക്തമായ കാറ്റാണ്. നിരവധി കൃഷിനാശമാണ് സംഭവിച്ചിരിക്കുന്നത്. ഇലക്ട്രിക് പോസ്റ്റുകളെല്ലാം മറിഞ്ഞ് വീണ് കിടക്കുകയാണ്. റോഡുകളെല്ലാം ബ്ലോക്ക് ചെയ്ത് കിടക്കുകയാണ്. ഇവിടെ ഈ പ്രദേശത്തൊക്കെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഇവിടെ താൽക്കാലികമായി ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇപ്പോൾ ഫയർഫോഴ്സിൻ്റെ സംഘങ്ങളടക്കം വരണം, ഇലക്ട്രിസിറ്റിക്കാരും വേണം. കാരണം ഇവിടെ നിരവധി കവുങ്ങുകളും തെങ്ങുകളൊക്കെ ഒടിഞ്ഞു തൂങ്ങി റോഡിന് ക്രോസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങളാണ്. ഇപ്പോൾ ഇവിടെ പടുവിലിയിൽ ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞവരുടെ വീടിൻ്റെ പരിസരത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇത് ഈ കാണുന്ന ദൃശ്യങ്ങളെല്ലാം അവരുടെ മരങ്ങളെല്ലാം പൊട്ടി, മരങ്ങളും അതുപോലെ പ്ലാവ്, ജാതിമരം എന്നു വേണ്ട നിരവധി മരങ്ങളാണ് ഈ ഒരു മഴയത്ത്, ഈ ഒരു ശക്തമായ കാറ്റിൽ തകർന്നു വീണിട്ടുള്ളത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡൻ്റ് അടക്കം, അതുപോലെ തന്നെ സിവിൽ വാലണ്ടിയർമാർ, ഫയർഫോഴ്സ് അംഗങ്ങൾ ഇപ്പോൾ സമയത്തിനകം ഇവിടെ എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. മലയോര മേഖലയിൽ ഇടയ്ക്കിടെ വീശുന്ന ശക്തമായ കാറ്റിലും മഴയിലും ചെറുപുഴ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലാണ് നാശനഷ്ടങ്ങൾ സംഭവിച്ചത്. ഇന്നലെ ഉണ്ടായ കനത്ത മഴയിലും കാറ്റിലും കുണിയങ്കല്ല്, കുമ്പംകുന്ന്, കാനംവയൽ പ്രദേശങ്ങളിൽ നിരവധി നാശനഷ്ടങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. കാറ്റിന്റെ സംഹാര താണ്ഡവത്തിൽ കൃഷിനാശം സംഭവിച്ച കർഷകർ ദുഃഖം താങ്ങാനാവാതെ വിതുമ്പുകയാണ്. കാവാലം ജോയി, പടുവിലായി ബാലകൃഷ്ണൻ, കുത്തൂർ കുഞ്ഞിരാമൻ, കുത്തൂർ ഭാസ്കരൻ തുടങ്ങിയവരുടെയും ഒട്ടനവധി കൃഷികൾക്കാണ് നാശനഷ്ടം സംഭവിച്ചിരിക്കുന്നത്. പനന്താനത്ത് മോഹനൻ, മാത്യു തടത്തിൽ, പാലക്കാമറ്റം മനോഹരൻ, പയ്യൻ വീട്ടിൽ നാരായണൻ, ജോസ് തടത്തിൽ എന്നിവരുടെ കൃഷിയും മറ്റു പലരുടെ വീടുകളുടെ മുകളിലേക്ക് മരം വീണും മറ്റും നിരവധി നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വാർഡ് മെമ്പർമാരും പഞ്ചായത്ത് പ്രസിഡന്റും സ്ഥലം സന്ദർശിച്ചു. കുത്തൂർ കുഞ്ഞിരാമൻ എന്ന അദ്ദേഹമാണ് നമ്മളോട് സംസാരിക്കുന്നത്. അദ്ദേഹം കരളലിയിക്കുന്ന വേദനയോടുകൂടിയാണ് നമ്മൾ കാണുമ്പം തൊട്ട് നമ്മൾ സംസാരിക്കുന്നത്. കാരണം അദ്ദേഹം ഈ ഒരു ആയുസ് മുഴുവൻ പണിയെടുത്ത് ഉണ്ടാക്കിയ ഒരു കൃഷി സ്ഥലത്തിലാണ് ഈ ഇത്രയും വലിയൊരു ഭീകരമായൊരു നഷ്ടം സംഭവിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് താങ്ങാൻ പോലും കഴിയില്ല. നമുക്ക് നേരിട്ട് ചോദിക്കാം എങ്ങനെയാണ് അവസ്ഥകൾ. ഇന്നലെ ഭയങ്കര ഒരു നോളിൽ നിൽക്കുമ്പോൾ ഒരു ഭയങ്കര കാറ്റെന്ന് പറഞ്ഞാൽ ഞാൻ വിറക്കാത്ത കരയാതിരി ഭയങ്കര നഷ്ടം. ഒന്നുമില്ല, എല്ലാത്തും നശിച്ചു. താത്തപ്പറമ്പില് റബ്ബർ 5 മണിക്ക് കാണാൻ പോയി. അപ്പുറത്തേക്ക് റബ്ബർ കാണില്ല. റബ്ബർ പോയിട്ട് അവിടെ തങ്ങടെ കൊണ്ടുവരെ കൂട്ടുകാർ വരാത് അതൊക്കെ അതെങ്കിലും വലിയ കവുങ്ങൊടിഞ്ഞ് വീണ് അതെല്ലാം കൊണ്ട് രാവിലെ മാറ്റി പിള്ളേർ വന്നിട്ട് വീടിൻ്റെ മുകളിലും വീടിൻ്റെ മുകളിൽ മൊത്തം പെരക്കാത്ത മുഴുവൻ വെള്ളമായിരുന്നു. കാർഷിക വിളകൾ എത്ര 10-20 റബ്ബർ നാളത്തെ ഓടിച്ചിട്ടുണ്ട്. ഇവിടെ ജാതി മൊത്തം ജാതി 3-4 ജാതി പോയി. എന്നാ ചെയ്യുന്നത്? പ്രകൃതി ചെയ്തതുകൊണ്ട് നമ്മൾ തന്നെ ചെയ്യുന്നത്. പതിവായി അങ്ങനെ കാറ്റുള്ള ഒരു ഇല്ലില്ല, കാറ്റ് അങ്ങനെ ഇല്ലായിരുന്നു. ഇത് ആദ്യം വരുന്ന കാറ്റ് ഇപ്പോൾ ഈ പ്രാവശ്യം. മുൻവർഷങ്ങളിലൊന്നും ഇങ്ങനെ ഇല്ല, ഇങ്ങനെ ഇത് ആദ്യം ഉണ്ടാകുന്നു ഇത്രയും കാറ്റ്. എൻ്റെ പേര് കുഞ്ഞിരാമൻ, കുണിയങ്കല്ല്. അത് നിങ്ങളെ അങ്ങോട്ട് അയക്കാനാണ്. ഹൃദയഭേദകമായ കാഴ്ചയാണ്. ഈ ഒരു പ്രദേശത്തുള്ള മുഴുവൻ കർഷകരുടെയും എല്ലാ വിധത്തിലുള്ള കാർഷിക വിളകളും നഷ്ടപ്പെട്ടു, നശിച്ചു. വൈകുന്നേരം ഒരു ചുഴലിക്കാറ്റ് പോലെ ഉണ്ടായി എന്നാണ് ഇവർ പറയുന്നത്. കായ്ച്ചു നിന്ന ജാതി, കൊക്കോ, കമുക്, തെങ്ങ് എന്ന് വേണ്ട എല്ലാ കാർഷിക വിളകളും നശിച്ചു. കൃഷിയിൽ നിന്ന് തന്നെ മറ്റ് മാർഗങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കാർഷിക വൃത്തി തുടരുന്നവരാണ് ഇവിടെയുള്ള ആളുകൾ. അവർക്ക് വന്നിരിക്കുന്ന ഈ നഷ്ടം, പിന്നെ കുറേ ആളുകൾക്ക് വീടിന് മുകളിലേക്ക് മരം മറിഞ്ഞു വീണും ഒക്കെ നല്ല നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ഇതിനിപ്പോൾ നഷ്ടപരിഹാരം കിട്ടും എന്നൊരു പ്രതീക്ഷയൊന്നും കൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മുടെ പഞ്ചായത്തിൽ തന്നെ ഇതിപ്പോൾ 3-ാമത്തെയോ 4-ാമത്തെയോ
ഈ വർഷം മൂന്നാമത്തെ നാലാമത്തെ അനുഭവമാണ്. വലിയ തോതിലുള്ള നാശനഷ്ടങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. അതിനെ ക്വാണ്ടിറ്റേറ്റീവായിട്ടൊന്ന് പറയുകയാണെങ്കിൽ ലക്ഷങ്ങളുടെ നഷ്ടം എന്ന് പറയേണ്ടി വരും. KSEBക്കും വലിയ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ആകെ ഒരു 16-17ഓളം പോസ്റ്റുകൾ തന്നെ ഒടിഞ്ഞു വീണിട്ടുണ്ട്. നിറയെ കമ്പിയെല്ലാം പൊട്ടി. വൈദ്യുതി ഉടനെ പുനഃസ്ഥാപിക്കാൻ കഴിയുക എന്നുള്ളതാണ് അടിയന്തരമായി നടക്കുന്നൊരു കാര്യം. മറ്റേ ഈ കർഷകരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതോടൊപ്പം അവരുടെ എല്ലാവരുടെയും കൂടെ ഉള്ളൊരു സമാശ്വാസം, വീടുകളിൽ ഉണ്ടായിരുന്ന ആളുകൾക്കൊന്നും പരിക്ക് പറ്റിയില്ലല്ലോ എന്നുള്ളൊരു ആശ്വാസം മാത്രമാണ് ബാക്കിയുള്ളത്. ഈ പ്രദേശത്ത് ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെയൊന്നും ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു കാറ്റുണ്ടായാലും അത് ഇത്രമാത്രം ശക്തമായിരുന്നില്ല എന്നാണ് ഇവിടെ താമസിക്കുന്ന ആളുകൾ പറയുന്നത്. ഭാഗത്താണ് ഏറ്റവും കൂടുതൽ. എൻ്റെ വാർഡിൽ തന്നെ ഇതിപ്പം സ്ഥലം തന്നെയാണ്. ഇവർ ആദ്യം തന്നെ ഈയിടെ എല്ലാം കുറേ പ്രാവശ്യം വിളിച്ചു പറഞ്ഞ് കുരങ്ങുകൊണ്ട് ഒരു ഭയങ്കര ശല്യമാണ്. അതിൻ്റെ കൂടെ ഇത് കൂടെ ആയപ്പം നമുക്കും മാനസികമായിട്ട് വലിയ വിഷമമുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് കർണാടക കേരള ബൗണ്ടറി കാനംവയൽ ഈ പ്രദേശത്താണ്. ഈ പ്രദേശത്തും ഇന്നലെ ഉണ്ടായിരുന്ന ഒരു കാറ്റ് ശക്തമായി ബാധിച്ചിരിക്കുകയാണ്. വമ്പൻ മരങ്ങളാണ് കടപുഴകി വീണിട്ടുള്ളത്. കൂടാതെ ഇവിടെ ഫെൻസിലിങ് ആനയെ തടുക്കാനായിട്ട് എത്തിയ വൈദ്യുതി വേലി വരെ തകർന്ന് കിടക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ. അപ്പം പഞ്ചായത്ത് പ്രസിഡന്റും നാട്ടുകാരനും കൂടിയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പം ഇതിൻ്റെ റോഡൊക്കെ ഒരുപാട് മരങ്ങൾ കടപുഴകി വീണിട്ട് ഇവിടെ ബ്ലോക്കായിട്ട് ഉണ്ടായിരുന്നു. അതൊക്കെ ഗതാഗതമൊക്കെ പുനഃസ്ഥാപിച്ച് നമ്മളിപ്പോൾ ഇവിടം വരെ എത്തിയിട്ടുണ്ട്. കാണാം കട്ട്. ചെറുപുഴയുടെ ഹൃദയഭാഗത്ത് 7 വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന Z മൊബൈൽ നവീകരിച്ച ഷോപ്പിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ഐഫോൺ, സാംസങ്, റെഡ്മി, റിയൽമി, OnePlus, IQ തുടങ്ങിയ ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ EMI സൗകര്യത്തോടുകൂടി നിങ്ങളിലേക്ക്. മൊബൈൽ ആക്സസറീസ്, സെക്കൻഡ് ഹാൻഡ് ഫോൺ മുതലായവ ലഭ്യമാണ്. കാലത്തിന്റെ ആധുനികതയ്ക്കൊപ്പം ചെറുപുഴയെ നയിക്കുന്ന Z മൊബൈൽ, അമ്പലം റോഡ്, ചെറുപുഴ. ഫോൺ 92077577.